നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല ടൈമാണല്ലോ ആന്റി. എല്ലാവരും ഉണ്ട്. ആന്റി ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലേ. പോയിട്ട് വരാം ഹർഷേ. അമ്മയ്ക്ക് ജയിലിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത നീ തന്നെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കിയല്ലേ? അതെന്തായാലും നന്നായി. എന്നാ പിന്നെ നിനക്ക് സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ ചെയ്യാറുന്നല്ലോ. നീ ആദ്യം നിന്റെ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട് സത്യെ. അപ്പൊ ഞാൻ കൊണ്ടുപോയി സംരക്ഷിച്ചോളാം. വഴക്കൊന്നും വേണ്ട സത്യേട്ടാ. അമ്മ ചേച്ചി ജാമ്യത്തിൽ ഇറക്കിയത് ഒരു നല്ല കാര്യം തന്നെയല്ലേ? നല്ല കാര്യം. ഇത് ഈ കുടുംബത്തോട് നീ ചെയ്ത എല്ലാ പാപത്തിന്റെയും അവസാനത്തെ പ്രായശ്ചിത്തമായിരിക്കണം. അല്ലാതെ മറ്റൊന്നിന്റെയും തുടക്കം ആവരുത്. സുശീലാന്റി എന്നോട് പറഞ്ഞതേ ഞാൻ അവർക്ക് കൊടുത്തത് ഒരു പുതിയ ജന്മമാണെന്നാ. പിന്നെ ഈ ജന്മം ഇനി നെഗറ്റീവും പോസിറ്റീവും ആകുന്നത് മക്കളുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. ആ ഉത്തരവാദിത്തം വേറെ ആരുടെ തല കെട്ടിവെക്കാൻ നോക്കണ്ട. വേറെ ആരുടെ. കഴിഞ്ഞതെല്ലാം മറക്കായിട്ട്. എന്നിട്ട് അമ്മ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. സ്വീകരിച്ച ആനയ്ക്കൊന്നും വേണ്ട. സ്നേഹവും സഹകരണവും ഒക്കെ ഏട്ടനെയും കുടുംബത്തെയും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചതിന് ശേഷം മതി.
ഇത് അമ്മയുടെ വീട്. ഇവിടെ കയറി താമസിക്കാൻ അമ്മയ്ക്ക് ഞങ്ങളുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അമ്മയായിട്ട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ കൂടി ഇവിടേക്ക് തിരിച്ചു വരണം. അല്ല, തിരിച്ചു വരണോന്ന് പറയാൻ അവൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയതാണോ? അല്ല, ഞാൻ വിചാരിച്ചത് അവനും നിങ്ങളും കൂടി ഒരുമിച്ചാ എന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തേന്നാ. അങ്ങനെയല്ല. അമ്മ ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്നു അറിഞ്ഞപ്പോൾ തന്നെ ഇന്ദിരേട്ടന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഏട്ടത്തിയുടെ വീട്ടിലോട്ട് പോയി. ഓ, അങ്ങനെയാണോ? ഇന്ദ്രനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോകാൻ അനുപമയ്ക്ക് വീണ് കിട്ടിയ അവസരമല്ലേ? അതവള് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കാണും.